Good afternoon. Audible ആണല്ലോ? Good afternoon, ma'am. Audible. നമുക്കിനി പോസിറ്റീവ് സൈക്കോളജി ആൻഡ് അതർ ഏരിയാസ് ഓഫ് സൈക്കോളജി, അതായത് എങ്ങനെയാണ് പോസിറ്റീവ് സൈക്കോളജിനെ മറ്റ് സൈക്കോളജി ഏരിയാസ് ഒക്കെ കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പോസിറ്റീവ് സൈക്കോളജിയിലോട്ട് വന്നിട്ടുള്ളത് നോക്കാം. Health psychology and positive psychology. Research findings from various studies affirm that stress, anger, resentment, anxiety, and worry have the potential health-threatening effects. A variety of related research show that those who undergo long periods of extreme stress are more vulnerable to illness. Health research നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട് അല്ലെ. സ്ട്രെസ്, ആങ്കർ, റിസെന്റ്മെന്റ്, ആങ്സൈറ്റി, വറി എന്ന പേരിലൊക്കെ ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് എന്താണ്, അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. ഈ പറയുന്ന സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ എന്തുണ്ട്, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. വെറൈറ്റി ഓഫ് റിലേറ്റഡ് റിസർച്ച് ഷോ ദാറ്റ് ദോസ് ഹു അണ്ടർഗോ ലോങ് പീരീഡ്സ് ഓഫ് എക്സ്ട്രീം സ്ട്രെസ്, ഒരുപാട് കാലത്തേക്ക് സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് എന്തായിരിക്കും, ആർ മോർ വൾണറബിൾ ടു ഇൽനെസ്, അവർക്ക് ഇൽനെസ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ആൻസൈറ്റി എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ എന്താണ്, അവിടെ ഹാപ്പിനെസ് ഒന്നുമില്ല, എൻജോയ്മെന്റ് ഒന്നുമില്ല, ഫുള്ള് സ്ട്രെസ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എക്സ്ട്രീം സ്ട്രെസ്സിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മോർ വൾണറബിൾ ടു ഇൽനെസ്, അവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് നെഗറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ദ ബ്രെയിൻ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം, ദി എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഇന്ററാക്ട് ഇൻ എ കോംപ്ലക്സ് വേ ലീഡിംഗ് ടു നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ അവർ ഹെൽത്ത്. നമുക്ക് നെഗറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ് ഉണ്ടായില്ലേ, അതായത് ഇപ്പൊ സങ്കടം വരിക അല്ലെങ്കിൽ ദേഷ്യം വരിക, ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ബ്രെയിനും അതേപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിന്റെ ബാക്കി ഭാഗങ്ങളും എൻഡോക്രൈൻ സിസ്റ്റം ഇതൊക്കെ, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതൊക്കെ എന്തായിരിക്കും, ഒരു കോംപ്ലക്സ് വേയിൽ ഇങ്ങനെ പ്രവർത്തിച്ച് നമ്മുടെ ഹെൽത്തിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. അതായത് നമ്മുടെ ഇമോഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അതാണ് പറയുന്നത്, നമ്മുടെ ബ്രെയിനെ, പിന്നെ ബാക്കിയുള്ള നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം ഇതൊക്കെ എന്തായിരിക്കും, ഒരു കോംപ്ലക്സ് വേയിൽ പ്രവർത്തിച്ച്, അതായത് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആകെ ഡിസോർഡർ ആവും. എന്നിട്ട് അതൊക്കെ ഡിസോർഗനൈസ്ഡ് ആയിട്ട് പിന്നെ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും, നമ്മുടെ ഹെൽത്തിലൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി, എ ന്യൂ ഫീൽഡ് ഓഫ് റിസർച്ച് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1980s to understand these complex pathways and mechanisms. Investigations in this new field have documented that the mind and attitude play a significant role in the functioning of the immune system leading to illness. അങ്ങനെ ഒരു പുതിയൊരു റിസർച്ച് ഫീൽഡ് വരികയാണ്, അതായത് സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി. അത് 1980s വന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ദീസ് കോംപ്ലക്സ് പാത്വേ ആൻഡ് മെക്കാനിസം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, കോംപ്ലക്സ് ആയിട്ടുള്ള പാത്വേ, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സിസ്റ്റംസ് ഒക്കെ കോംപ്ലക്സ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ അത് എന്തിലോട്ട് ലീഡ് ചെയ്യും, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കും, നമ്മുടെ ഹെൽത്തിന് അത് ഇഷ്യൂസ് വരും. അപ്പൊ ഈ ഒരു ഏരിയയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഹാവ് ഡോക്യുമെന്റഡ് ദാറ്റ് ദ മൈൻഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനസ്സും മനോഭാവവും ഒക്കെ എന്താണ്, ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ സിഗ്നിഫിക്കന്റ് റോൾ ഉണ്ട്. അപ്പൊ മൈൻഡ് ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതേപോലെ ഓക്കെ ആയിരിക്കും. ഇനി നേരെ മറിച്ച് തിരിച്ചാണെങ്കിൽ മൈൻഡ് ഒരു ഹാപ്പി അല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ പോക്കാണ്, ഒക്കെ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫംഗ്ഷനിങ്ങിനെ അത് ബാധിക്കും ആൻഡ് ലീഡിങ് ടു ഇൽനെസ്, നമ്മളൊരു അസുഖക്കാരിയാവും. ഇങ്ങനെയാണ് പോസിറ്റീവ് സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജി പറയുന്നത്. അപ്പൊ ഇവിടെ ഹെൽത്തും പോസിറ്റീവും നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തത്, നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആറ്റിറ്റ്യൂഡ് ഒക്കെ പോസിറ്റീവ് ആകണം, പക്ഷെ എൻജോയ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ പോസിറ്റീവ് സൈക്കോളജിയും ഒരു ഹെൽത്ത് സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. First, the clinical psychologist follow the early medical model. അപ്പൊ ആദ്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫോളോ ചെയ്തിരുന്നത്, മെഡിക്കൽ മോഡൽ ആയിരുന്നു, അതായത് സൈക്യാട്രിയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു മെഡിക്കൽ മോഡൽ. They were preoccupied in removing symptoms in treating a mental disorder to restore normalcy and health because the absence of illness was considered as the primary criterion of health. കണ്ടപ്പോ പണ്ടും ആദ്യത്തിലൊക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എങ്ങനെയായിരുന്നു, ഏർലി മെഡിക്കൽ മോഡൽ ആയിരുന്നു, അതായത് അസുഖം ചികിത്സിക്കാം, അത്രേ ഉള്ളൂ. മെന്റൽ ഡിസോർഡേഴ്സിനൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്ത് ഓക്കെ ആവും.
അപ്പൊ ആബ്സെൻസ് ഇല്ല, അതായത് ഇൽനെസ് ഇല്ലാത്ത അവസ്ഥ, രോഗമില്ലാത്ത അവസ്ഥയാണ് ഹെൽത്തിന് ഏറ്റവും നല്ലത്. ഇതായിരുന്നു അന്നത്തെ ഒക്കെ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ ആദ്യങ്ങളിലൊക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അങ്ങനെയായിരുന്നു. സെക്കൻഡ്, വിത്ത് ദ എമർജൻസ് ഓഫ് ബിഹേവിയർ തെറാപ്പി ആൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ, many of the abnormal behavior considered as a mental illness were viewed as either learning deficits or excess in learning due to faulty conditioning, classical and instrumental. ഇനി രണ്ടാമത് എന്തായി? ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു മെഡിക്കൽ മോഡലാണ്, അതായത് അസുഖത്തിന് ചികിത്സ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കഴിഞ്ഞാൽ ഹെൽത്ത് ഓക്കെയാണ്. ഇതാണ് കേട്ടോ ആദ്യത്തെ ചിന്താഗതി, അങ്ങനെയാണ്. രണ്ടാമത് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ബിഹേവിയർ തെറാപ്പി, ബിഹേവിയർ മോഡിഫിക്കേഷൻ, ഇതൊക്കെ വന്നു. അപ്പൊ ഈ അബ്നോർമൽ ബിഹേവിയർ നമ്മൾ ഈ പറഞ്ഞ തെറാപ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇപ്പൊ മെന്റൽ ഇൽനെസ്സിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്തത്? ഒന്നെങ്കിൽ ലേണിംഗ് ഡെഫിഷ്യറ്റ്സ് ആണ്, അല്ലെങ്കിൽ എക്സസ് ഇൻ ലേണിംഗ് കൂടിയിട്ട്, അല്ലെങ്കിൽ ലേണിംഗ് ഡെഫിഷ്യറ്റ്സ്, ഇതുകൊണ്ടൊക്കെയാണ് മെന്റൽ ഇൽനെസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. കാരണം ബിഹേവിയർ തെറാപ്പിയിലൊക്കെ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ചുറ്റുപാടിൽ നിന്ന് ലേൺ ചെയ്തെടുത്തതാണെന്നൊക്കെയാണ് ബിഹേവിയറൽ തിയറി പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു എൻവയറമെന്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ലേണിംഗ് ഡെഫിഷ്യറ്റ്സ് ആണ് അല്ലെങ്കിൽ എക്സസ് ഇൻ ലേണിംഗ് കൊണ്ടാണ് ഈ ഒരു മെന്റൽ ഇൽനെസ് ആവുന്നത് എന്ന് രണ്ടാമത്തേതിൽ അവർ മനസ്സിലാക്കി. തേർഡ്, in cognitive therapy, symptoms of many mental disorders are viewed as a manifestation of irrational belief and thinking leading to negative emotions. മൂന്നാമതായിട്ട് വന്ന എന്താണ്? കോഗ്നിറ്റീവ് തെറാപ്പി സിംറ്റംസ് ആണ്. കോഗ്നിറ്റീവ് തെറാപ്പി സിംറ്റംസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഒരു ആസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇറാഷണൽ ബിലീഫ്, റാഷണൽ അല്ലാത്ത ബിലീഫ്. അതായത് ഇപ്പോ ആരെങ്കിലും ഒന്ന് നോക്കി ചിരിച്ചില്ലെങ്കിൽ അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താ? അയ്യോ, ആൾക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്, ഞാൻ ചിരിച്ചിട്ട് ആള് ചിരിച്ചില്ല, ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കോ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലാതായിരിക്കോ, ഞാൻ മുന്നേ എന്തെങ്കിലും ആളോട് തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് എന്നോട് ചിരിക്കാത്തത്. ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വരും. അങ്ങനെ ഇറാഷണൽ ബിലീഫ്സും തിങ്കിങ് കൊണ്ടാണ് ഒരാൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് വരുന്നത് ഉള്ളത് മൂന്നാമതായിട്ട് അവർ മനസ്സിലാക്കി. അതായത് കോഗ്നിറ്റീവ് തെറാപ്പി സിംറ്റംസിലൂടെ. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി പറയാം. മൂന്നെണ്ണം ഇപ്പൊ പറഞ്ഞു. അതെന്തായിരുന്നു? മെഡിക്കൽ മോഡലായിരുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഹെൽത്ത് ഓക്കെ ഒക്കെ, ഇതായിരുന്നു ആദ്യം ഉള്ളത്. രണ്ടാമത് എന്തായി? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ബിഹേവിയർ തെറാപ്പി, ബിഹേവിയർ മോഡിഫിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അബ്നോർമൽ ബിഹേവിയറിന് ഒരു മെന്റൽ ഇൽനെസ് ആക്കിയിട്ട് കണക്കാക്കി ലേണിംഗ് ഡെഫിഷ്യറ്റ്സ് അല്ലെങ്കിൽ എക്സസ് ഇൻ ലേണിംഗ്, ഇതുകൊണ്ടാണ് ഇത്തരം മെന്റൽ ഇൽനെസ് എന്നുള്ളത് മനസ്സിലാക്കി. മൂന്നാമത് പറഞ്ഞാൽ എന്താണ്? കോഗ്നിറ്റീവ് തെറാപ്പി സിംറ്റംസ് വന്നു. അതായത് മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്, നമ്മുടെ ഇറാഷണൽ ബിലീഫ് അല്ലെങ്കിൽ തിങ്കിങ് കൊണ്ടുണ്ടാകുന്നുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണ് മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് മനസ്സിലാക്കി. ഈ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അതായത് നെഗറ്റീവ് തോട്ട്സ് ആണ് നമുക്ക് വരുന്നതൊക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഹസ്ബൻഡും വൈഫാണെന്ന് വിചാരിക്കാം. ഹസ്ബൻഡ് പോണ സമയത്ത് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന ടൈമിൽ നമ്മൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ സ്ട്രെസ് കൊണ്ടായിരിക്കാം, വർക്ക് പ്ലേസിലുള്ള സ്ട്രെസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ചിരിച്ചില്ല വെച്ചാൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടും അല്ലെ? ഇന്ന് എന്താ എന്നോട് ചിരിക്കാതെ, ഞാൻ ചിരിച്ചാണല്ലോ, രാവിലെ പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ വരുമ്പോ എന്തെങ്ങനെയായത്, അങ്ങനെ കുറെ നെഗറ്റീവ് തോട്ട്സുകൾ നമുക്ക് വരും. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇറാഷണൽ ബിലീഫ്സ് അല്ലെങ്കിൽ തിങ്കിങ്. അപ്പൊ അതുകൊണ്ട് കോഗ്നിറ്റീവ് തെറാപ്പി സിംറ്റംസിലൂടെ ഇതാണ് മെന്റൽ ഇൽനെസ് വരാനുള്ള അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ് വരാനുള്ള ഒരു റീസൺ ഇതാണെന്ന് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി. ഇനി ഫോർത്ത്, humanistic psychologists saw them as failure in a person's growth and inability to actualize one's potential. നാലാമത്തെ ഘട്ടത്തിൽ എന്തായിരുന്നു? ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിസ്റ്റുകൾ വന്നു. അവർ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഗ്രോത്തിലുള്ള ഫെയിലിയേഴ്സ് ആവുമ്പോൾ, ഒരാള് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് ഗ്രോത്ത് കുറയുകയാണ് അല്ലെങ്കിൽ തോറ്റുപോവുക, അതല്ലെങ്കിൽ ആൻഡ് ഇനബിലിറ്റി ടു ആക്ച്വലൈസ് വൺസ് പൊട്ടൻഷ്യൽ, ഒരാളുടെ ഒരു പൊട്ടൻഷ്യലിലേക്ക് എത്താൻ പറ്റാതെ കഴിയുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാം അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഭയങ്കര എൻട്രൻസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, ഒരാൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ലാസ്റ്റ് ടൈമിൽ ചിലപ്പോൾ എക്സാം ഒക്കെ നല്ല രീതിക്ക് എഴുതിയിട്ടും തോറ്റു എന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ഒരു ഡിസോർഡർ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ? അപ്പൊ നാലാമതായിട്ട് ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു failure in a person's growth and inability to actualize one's potential. അഞ്ചാമത്, systems therapist viewed many mental illnesses as manifestations of a dysfunctional family constellation. ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പൊ വിളിക്കാം. ഒരു മിനിറ്റ് കേട്ടോ.
മാം വോയിസ് കേൾക്കുന്നില്ലേ? സോറി കേട്ടോ, കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് അഞ്ചാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിസ്റ്റം തെറാപ്പിസ്റ്റ് വ്യൂഡ് മെനി മെന്റൽ ഇൽനെസ് ആസ് മാനിഫെസ്റ്റേഷൻ ഓഫ് എ ഡിസ്ഫങ്ഷണൽ ഫാമിലി കൺസ്റ്റലേഷൻ. അതായത് അഞ്ചാമതായിട്ട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിസ്റ്റം തെറാപ്പിസ്റ്റുകൾ അവർ പറഞ്ഞ എന്താ വെച്ചാൽ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നത് ഡിസ്ഫങ്ഷണൽ ഫാമിലി കൺസ്റ്റലേഷൻ ആണ്. അതായത് ഫാമിലി കോൺസ്റ്റലേഷൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ, ഡിസ്ഫങ്ഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മെന്റൽ ഇൽനെസ് വരും. ഇതാണ് അഞ്ചാമതായിട്ട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ മെനി സച്ച് ഇൻസൈറ്റ്സ് ഷിഫ്റ്റഡ് ദ പെർസ്പെക്ടീവ് ഫ്രം ലുക്കിംഗ് ഓൺലി അറ്റ് കോസൽ റിലേഷൻ ബിറ്റ്വീൻ സിംറ്റംസ് ആൻഡ് അണ്ടർലൈൻ പാത്തോളജി. അപ്പൊ അവിടെ നിന്നോട്ട് മാറുകയാണ്. കണ്ടോ, പാത്തോളജി എന്ന് പറയുമ്പോൾ എന്താ? ഡിസോർഡറും സിംറ്റംസും തമ്മിലുള്ള റിലേഷൻ അത് മാത്രം നോക്കാതെ ടു വാട്ട് ഈസ് ഹെൽത്തി ഇൻ എ പേഴ്സൺ, ഒരാൾക്ക് ഹെൽത്തി ആക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങി. കണ്ടോ, ആദ്യത്തിൽ എന്തായിരുന്നു? വെറും ട്രീറ്റ്മെന്റ് മാത്രം കൊടുത്ത് ഓക്കെ ആക്കലായിരുന്നു. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ആളുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഇതൊക്കെ എടുത്തെടുത്തെടുത്ത് ഒരാളെ ഹെൽത്തി ആക്കാൻ എന്തൊക്കെ വേണം എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങി. ദസ് റിഡക്ഷൻ ഓഫ് സിംറ്റംസ് വാസ് നോട്ട് ദ ഓൺലി കൺസേൺ ഓഫ് എ കൗൺസിലർ ഓർ തെറാപ്പിസ്റ്റ്. അപ്പൊ ഒരു തെറാപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ്, കൗൺസിലറിന്റെ ഒന്നും ഒരു ജോലി എന്ന് പറയുന്നത് ശരിക്കും എന്തല്ല, ഈ ഒരു സിംറ്റംസ് കുറയ്ക്കുക എന്നുള്ളതല്ല, ആളെ ഹെൽത്തി ആക്കി എടുക്കണം. അപ്പൊ അത് ആളുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ആള് ഹെൽത്തി ആവുന്നുള്ളൂ. അല്ലാതെ സിംറ്റംസ് കുറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അസുഖം ഇല്ലാതായതുകൊണ്ടോ ഒരാള് ഹെൽത്തി ആവുന്നില്ല. ഈവൻ ഹെൽപ്പിംഗ് ദ പേഴ്സൺ ടു ഡെവലപ്പ് വാട്ട് ഈസ് ഹെൽത്തി ആൻഡ് സ്ട്രെങ്ത് in a person was also considered important, leading to the concept of positive mental health. കണ്ടോ, അപ്പൊ അങ്ങനെയാണ് ഒരാളെ ഹെൽപ്പ് ചെയ്യാണ്, ആൾക്കൊരു ഹെൽത്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് പേഴ്സണാലിറ്റി വളർത്തിയെടുക്കാനായിട്ട് ആളെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെയാണ് എന്ത് പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് എന്നുള്ള കോൺസെപ്റ്റ് വളർത്തുന്നത്. കണ്ടോ, അപ്പൊ അവിടെ എന്ത് വന്നു? പോസിറ്റീവ് സൈക്കോളജി വന്നു. ആളെ പോസിറ്റീവ് ആക്കിയെടുക്കണം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് എന്ത് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി വളർന്നു വന്നത്. ഓക്കെ ആണോ? ഈ അഞ്ചെണ്ണം മാത്രമാക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് ഡെവലപ്മെന്റൽ സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. Another concept which has demonstrated the relation of development psychology to പോസിറ്റീവ് സൈക്കോളജി ഈസ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്. കണ്ടോ, പിന്നെ ഡെവലപ്മെന്റ് സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്. നമ്മൾ PTSD പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെ. നമ്മൾ അങ്ങനെ ഒരു ഡിസോർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഇവന്റ്, ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കാണാം, അതിന്റെ ഒരു ട്രോമ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിനുശേഷം നമുക്ക് ഉണ്ടാകുന്ന ഡിസോർഡർ ആണെന്ത്? പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ചിലർ അതിനെ ഓവർകം ചെയ്തു വരും അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ആക്സിഡന്റ് കണ്ടിട്ടുണ്ടായിരിക്കാം. എല്ലാവരും ഡിസോർഡറിലോട്ട് പോകുന്നില്ല അല്ലെ, ചിലരൊക്കെ അത് ഓവർകം ചെയ്ത് വരുന്നുണ്ട്. അതിനെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. Earlier, it was mentioned that all persons who face adversities in life and stressful situation will not react to them in the same way. കണ്ടോ, പണ്ട് തൊട്ടേ എന്താണ്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അതൊന്നും എന്തായാലും ഒരേപോലെ റിയാക്ട് ചെയ്യുന്നില്ല. While some who are vulnerable to stress, കണ്ടോ, സ്ട്രെസ്സിന് വൾണറബിൾ ആയിട്ടുള്ളവർ, പിന്നെ ചൈൽഡ്ഹുഡ് തൊട്ടേ അല്ലെങ്കിൽ പാരന്റ്സിന് ഇങ്ങനത്തെ സ്ട്രെസ് ഡിസോർഡർ ഉണ്ടെന്ന് വിചാരിക്കുക, കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അത് ഭയങ്കര വൾണറബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും? ഡെവലപ്പ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഇൽനെസ്. ദർ ആർ ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ ഹു കം ക്ലീൻ ആൻഡ് സ്ട്രോങ്ങർ ഫ്രം സച്ച് അഡ്വേഴ്സിറ്റീസ്. കണ്ടോ, ഒരുപാട് പേര് അതിന് ഓവർകം ചെയ്ത് വരുന്നുണ്ട് അല്ലെ. ഒരു 10 ആളെടുത്തു കഴിഞ്ഞാല് 8 ആളെങ്കിലും അതിൽ ഓവർകം ചെയ്തിട്ടുണ്ടായിരിക്കും. 2 ആൾക്ക് മാത്രമേ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനോട് ഓവർകം ചെയ്യാണ്ട് പറ്റാതെ വല്ല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. റിസർച്ച് എവിഡൻസ് ഈസ് അക്യുമുലേറ്റിംഗ് ആസ് ദ ഷിഫ്റ്റ് ഇൻ ദ ഫോക്കസ് ഫ്രം PTSD to PTG ഹാസ് ഒക്കേർഡ്. കണ്ടോ, ഇപ്പൊ ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ പോസിറ്റീവ് സൈക്കോളജി വന്നത് എങ്ങനെയാണ്? ആ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്, ഏതൊരു ഇവന്റ് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അവിടെയാണ് ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ പോസിറ്റീവ് സൈക്കോളജി കാണുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് പേഴ്സണാലിറ്റി സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി.
The reading of the history of psychology of personality shows that several decades ago, the term virtue and character were considered as not scientific because they are value-loaded terms. അതായത് പണ്ട് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിയുടെ പേഴ്സണാലിറ്റി കേട്ടോ സൈക്കോളജി ഓഫ് പേഴ്സണാലിറ്റിയുടെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെക്കേഡ്സ് മുന്നേ, കുറച്ച് ദശകങ്ങൾ മുന്നേ ഈ വെർച്യു, ക്യാരക്ടർ ഇതൊന്നും സയന്റിഫിക് ആയിട്ട് കണ്ടിരുന്നില്ല. അങ്ങനെ അതൊക്കെ വാല്യൂ ലോഡഡ് ടേംസ് ആയിരുന്നു. എന്ന് ജസ്റ്റ് ഇങ്ങനെ മൂല്യങ്ങൾ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഗുണം, സ്വഭാവം അതിനൊന്നും അങ്ങനെ സയന്റിഫിക് ആയിട്ട് കണ്ടിരുന്നില്ല. Hence, the term personality was introduced by Gordon Allport as a neutral and scientific term in their place. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ഗോർഡൻ ആൽപോർട്ട് ഈ ഒരു പേഴ്സണാലിറ്റി എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വ്യക്തിത്വം അതിനെ ന്യൂട്രൽ സയന്റിഫിക് ആക്കിയിട്ട് ആ ഒരു സ്ഥാനത്ത് അതിനെ വെർച്യു, ക്യാരക്ടർ ഇതിനൊന്നും ഒരു മൂല്യം ഉണ്ടായിരുന്നില്ല. ഒരു എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടേം അതിനെ കൺസിഡർ ചെയ്തിരുന്നില്ല. ആ സ്ഥാനത്തേക്കാണ് ആര് ഗോർഡൻ ആൽപോർട്ട് പേഴ്സണാലിറ്റി എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ലൈക്ക് കേർട്ട് ഗോൾസ്റ്റീൻ, Carl Roger, Abraham Maslow, Clark Mofstex, Sidney Gerard, and many others emphasized the self-actualization and growth. There has been a thrust on understanding what characterizes healthy personality. കണ്ടോ, ഒരുപാട് ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ഗ്രോത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കാൾ റോജർ, അബ്രഹാം മാഷ്ലോ ഇതൊക്കെ നമുക്ക് പരിചിതമുള്ള ആൾക്കാരാണ് അല്ലെ. ഇവരൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? സെൽഫ് ആക്ച്വലൈസേഷൻ, ഫുൾ പൊട്ടൻഷ്യൽ എത്താനുള്ള ഒരാളുടെ ഒരു ത്രൈവ്, ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലോട്ട് എത്തുക, അല്ലെങ്കിൽ നല്ലൊരു വളർച്ചയിലെത്തുക, ഗ്രോത്തിലോട്ട് എത്തുക. ഇതൊക്കെ എന്താണ് ഈ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റീനെ കാണിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ ഒരുപാട് സൈക്കോളജിസ്റ്റ്, ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ഇത്തരം ടേംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. A healthy person is regarded as one who is free from neurotic conflicts and is able to function optimally, actualizing his or her innate potential. അപ്പൊ ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രീ ഫ്രം ന്യൂറോട്ടിക് കോൺഫ്ലിക്ട്സ്. ആൾക്ക് ന്യൂറോട്ടിക് കോൺഫ്ലിക്റ്റുകൾ ഒന്നും ഉണ്ടായിരിക്കില്ല. സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ അങ്ങനെയുള്ള ന്യൂറോട്ടിക് കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ആൻഡ് ഈസ് ഏബിൾ ടു ഫംഗ്ഷൻ ഒപ്റ്റിമലി, ആക്ച്വലൈസിങ് ഹിസ് ഓർ ഹെർ ഇന്നേറ്റ് പൊട്ടൻഷ്യൽ. ആൾക്ക് ഇന്നേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു കഴിവുകൾ വെച്ചിട്ട് ഒപ്റ്റിമലി ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഒപ്റ്റിമലി എന്ന് പറയുമ്പോൾ എന്താ? കൂടുതലുമില്ല കുറവുമില്ല, ആ ഒരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു പെട്ടെന്ന് ഒരു അവസ്ഥയിൽ പൊങ്ങി പോവോ താഴ്ന്നു പോവോ അങ്ങനെയൊന്നുമില്ല. ഒരു ഒപ്റ്റിമൽ സ്റ്റേറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. Maslow distinguished between deficiency needs and being needs. Unlike persons who are engaged only in fulfilling their deficiency needs to maintain some kinds of homeostasis, those persons who function to fulfill their being needs manifest healthy personality characteristics. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് മാഷ്ലോ നമുക്ക് ഡെഫിഷ്യൻസി നീഡ്സ്, ബീയിങ് നീഡ്സ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. ഡെഫിഷ്യൻസി നീഡ്സ്, ഒരു മിനിറ്റ് കേട്ടാ. ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് പറയുമ്പോ എന്താ? നമ്മുടെ പിരമിഡിലെ ആദ്യത്തെ 3 അല്ലെ. ബേസിക് നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്, പിന്നെ അതുപോലെ തന്നെ മറ്റേ ലവ് ആൻഡ് ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം, ഇതൊക്കെ ഡെഫിഷ്യൻസി നീഡ്സ് ആണ്. പിന്നെ അവിടെ നിന്നോട്ട് അങ്ങോട്ട് ബീയിങ് നീഡ്സുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഡെഫിഷ്യൻസി നീഡ്സും ബീയിങ് നീഡ്സും ആരാണ്? മാഷ്ലോ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ടുണ്ട്. Unlike person who are engaged only in fulfilling their deficiency needs to maintain some kind of homeostasis. അപ്പൊ ഡെഫിഷ്യൻസി നീഡ്സ് മാത്രം ഫുൾഫിൽ ചെയ്യാൻ എടുക്കുന്നവർ എങ്ങനെയായിരിക്കും? മെയിൻറ്റെയിൻ സം കൈൻഡ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണല്ലേ. ഇപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ സാധാരണ മനുഷ്യക്കാരെ നമ്മൾ എടുത്തു നോക്കാം. വലിയ കാശുള്ളവരെന്നല്ല, അങ്ങനെ ഏതാണ്ട് ഒരു മീഡിയം ലെവലിൽ പോകുന്ന ഒരാൾക്കാരാണെന്ന് വിചാരിക്കാം. അവരെങ്ങനെയാ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോവാനായിട്ട് അവർക്കില്ല. നോക്കുക, ഡെയിലി ജോലിക്ക് പോകുന്നു, അവര് അതിന്റെ ശമ്പളം വാങ്ങുന്നു, അതുകൊണ്ട് വീട്ടു ചെലവുകള്, കുട്ടികളുടെ കാര്യങ്ങള്, ഭാര്യയുടെ കാര്യങ്ങൾ ഒക്കെ നടത്തി ഇങ്ങനെ അങ്ങനെ സന്തോഷമായിട്ട് പോകും. അപ്പൊ ഡെഫിഷ്യൻസി നീഡ്സ് മാത്രം ഫുൾഫിൽ ചെയ്യാനായിട്ടിരിക്കുന്നവര് മെയിൻറ്റെയിൻ സം കൈൻഡ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ദോസ് പേഴ്സൺ ഹു ഫംഗ്ഷൻ ടു ഫുൾഫിൽ ദെയർ ബീയിങ് നീഡ്സ് മാനിഫെസ്റ്റ് ഹെൽത്തി പേഴ്സണാലിറ്റി. ഇനി ബീയിങ് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നവരെങ്ങനെയായിരിക്കും? അവർക്കൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അവരങ്ങനെയായിരിക്കും. അങ്ങനെയാണ് മാഷ്ലോ എന്ത് ചെയ്തത്? ഡെഫിഷ്യൻസി നീഡ്സും ബീയിങ് നീഡ്സും ഡിസ്റ്റിംഗ്വിഷ് ചെയ്തത്. മെനി ഓഫ് ദോസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നൗ termed as positive traits and positive strength, which is another important focus of positive psychology. ഇനി പോസിറ്റീവ് സൈക്കോളജിയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ട്രൈറ്റ്സ്, പോസിറ്റീവ് സ്ട്രെങ്ത്. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് വന്നുകൊണ്ടോ
പേഴ്സണാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദ്യം പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, വെർച്വൽ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഗോർഡൻ ആൽപോർട്ട് പേഴ്സണാലിറ്റി കൊണ്ടുവന്നു. ഹ്യൂമാനിറ്റി സൈക്കോളജിസ്റ്റ് എന്ത് പറഞ്ഞു? ഒരുപാട് ഹെൽത്തി പേഴ്സണാലിറ്റി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ, ഗ്രോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹെൽത്തി പേഴ്സൺ എന്ന് പറയുമ്പോൾ ന്യൂറോട്ടിക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരിക്കില്ല. മാഷ്ലോ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെഫിഷ്യൻസി നീഡ്സും ബീയിങ് നീഡ്സും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എന്ന് പറയുന്നത് പിന്നീട് എന്തായി? ജോയിൻ ആവുന്നുണ്ട്. അങ്ങനെ ഈ പോസിറ്റീവ് ട്രേറ്റ്സ്, പോസിറ്റീവ് സ്ട്രെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. വിച്ച് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി. They include both temperament and personality trait which are related to individual well-being. അപ്പൊ ഈ രണ്ടും, ഈ പോസിറ്റീവ് ട്രൈറ്റ് ആണെങ്കിലും പോസിറ്റീവ് സ്ട്രെങ്ത് ആണെങ്കിലും എന്താണ്? ബോത്ത് ടെമ്പറാമെന്റ് ആൻഡ് പേഴ്സണാലിറ്റി ട്രൈറ്റ് വിച്ച് ആർ റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ വെൽബീങ്. അതെ, ഓരോരുത്തരുടെയും വെൽബീയിങ് ആണ് ഇതൊക്കെ. അപ്പൊ അതിനൊക്കെ ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയിലെ പേഴ്സണാലിറ്റി എന്ന ടേമിൽ കൊണ്ടുവന്നത്. അപ്പൊ ഗോർഡൻ ആൽപോർട്ട് ആണ് എന്ത് ഈ ട്രൈറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ? ട്രൈറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പോസിറ്റീവ് ട്രൈറ്റ്, പോസിറ്റീവ് സ്ട്രെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവ് സൈക്കോളജിയിലോട്ട് വന്നു. മനസ്സിലായോ പറഞ്ഞത്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ ആണത്? കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഓരോ ഫീൽഡും എങ്ങനെയാണ് ഒരു പോസിറ്റീവ് സൈക്കോളജിന് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്, അതാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അല്ല, ആ ലാസ്റ്റ് ഭാഗം ഒന്നും കൂടെ പറയാം മാം. ലാസ്റ്റ് ഭാഗം ഏതാടാ? ലാസ്റ്റത്തെ സെന്റൻസ് ആണോ? അതായത് മാഷ്ലോ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെഫിഷ്യൻസി നീഡ്സ്, ബീയിങ് നീഡ്സ്, ഇതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഡെഫിഷ്യൻസി നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഫുൾഫിൽ ചെയ്യുന്നവരെ എങ്ങനെയുള്ള ആളായിരിക്കും? മെയിൻറ്റെയിൻ സം കൈൻഡ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആലോചിക്കും. നമ്മൾ ഒരു മീഡിയം ലെവൽ ഫാമിലി എടുക്കാം. അവരെങ്ങനെയായിരിക്കും അവരുടെ ജീവിതം? അവര് ജോലിക്ക് പോകുന്നു, ശമ്പളം വാങ്ങുന്നു, വീട്ടിലെ ചെലവുകൾ നടത്തുന്നു. അവർക്ക് വലിയ സമ്പാദ്യം അല്ലെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആർഭാടായിട്ടുള്ള ലൈഫ് ഒന്നും ഉണ്ടായിരിക്കില്ല. അവരൊരു ഹോമിയോസ്റ്റാസിസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, അല്ലെ? ഒരു ഒപ്റ്റിമൽ സ്റ്റേറ്റിൽ ഇങ്ങനെ പോകും. ഇനി ബീയിങ് നീഡ്സ് ഉള്ളവരാന്ന് വിചാരിക്കാം. ഫുൾഫിൽ ദയർ ബീയിങ് നീഡ്സ്, മാനിഫെസ്റ്റ് ഹെൽത്തി പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ബീയിങ് നീഡ്സ് ഉള്ളവരാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവർക്കൊരു ഹെൽത്തി പേഴ്സണാലിറ്റിയാണ്, അല്ലെ? ഒരു സ്റ്റാറ്റസ് വേണം, അല്ലെങ്കിൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ, ഒരു ഫുൾ പൊട്ടൻഷ്യൽ എത്തണം, അല്ലെങ്കിൽ ഒരു സന്യാസത്തിലോട്ട് പോകണം. ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ക്യാരക്ടറൈസ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക, ബീയിങ് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നവർക്ക്. അങ്ങനെയാണ് മാഷ്ലോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇനി ഒരുപാട് ഈ ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ എന്തുണ്ട്? നൗ ടേംഡ് ആസ് പോസിറ്റീവ് ട്രൈറ്റ് ആൻഡ് പോസിറ്റീവ് സ്ട്രെങ്ത്. ഈ ട്രൈറ്റുകളിൽ തന്നെ പോസിറ്റീവ് ട്രൈറ്റും ഉണ്ട്, പോസിറ്റീവ് സ്ട്രെങ്ത്തുകളും ഉണ്ട്. ഇതാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻറ്റ് ഫോക്കസ്. അവിടെ പോസിറ്റീവ് മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. They include both temperament and personality trait which are related to individual well-being. അതിൽ എന്തുണ്ട്? ടെമ്പറാമെന്റ് ഉണ്ട്. ടെമ്പറാമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? പാരമ്പര്യമായിട്ട് നമുക്ക് ഓരോരുത്തരുടെ ട്രൈറ്റുകൾ ഉണ്ടായിരിക്കും, പേഴ്സണാലിറ്റി ട്രൈറ്റ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ പേഴ്സണാലിറ്റി ട്രൈറ്റ് നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. നമ്മുടെ ബിഹേവിയറിൽ നമുക്ക് മാറ്റം വരുത്താം, പക്ഷെ പേഴ്സണാലിറ്റി ട്രൈറ്റ് മാറ്റാനായിട്ട് പറ്റില്ല. അത് എവിടെ കൊണ്ടുവച്ചാലും പേഴ്സണാലിറ്റി ട്രൈറ്റ് അതേപോലെ ഇരിക്കും. അപ്പൊ ഈ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ വെൽബീയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ടെമ്പറാമെന്റും പേഴ്സണാലിറ്റി ട്രൈറ്റും ഒക്കെ ഉള്ളത്. അപ്പൊ അതിൽ തന്നെയാണ് എന്ത്? പോസിറ്റീവ് ട്രൈറ്റ്സും പോസിറ്റീവ് സ്ട്രെങ്ത്തും. അതാണ് പോസിറ്റീവ് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് സോഷ്യൽ സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. We as human do not live in isolation and we are always acting and interacting with others. അപ്പൊ സോഷ്യൽ സൈക്കോളജി ആണ്. അപ്പൊ നമുക്ക് സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ? കുറച്ചും കൂടി ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഐസൊലേഷൻ അല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. നമുക്ക് എപ്പോഴും കുറച്ച് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്ത് ജീവിക്കേണ്ടി വരും. Therefore, it is a matter of common sense that our health, happiness and well-being depend as much on our relationship with others as on our innate nature ആൻഡ് മെറ്റീരിയൽ ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്. അപ്പൊ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്താ? ഇതിലെ കോമൺ സെൻസ് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം, ആരോഗ്യം, വെൽബീയിങ് ഒക്കെ ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അച്ഛനും അമ്മയും ഭയങ്കര ദേഷ്യക്കാരാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കുട്ടീനെ ഏത് നേരം തല്ലിയിട്ടും ചീത്ത പറഞ്ഞിട്ടൊക്കെയാണെന്ന് വിചാരിക്കുക. കുട്ടിയുടെ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും, അല്ലെ? ഭയങ്കര ഇമോഷൻസ്, ഭയങ്കര സങ്കടവും ദേഷ്യവും കരച്ചിലും ഒക്കെ വരുന്ന ഒരു കുട്ടിയായിരിക്കും അത്. അപ്പൊ നമ്മുടെ റിലേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത്?
നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഹെൽത്തും ഹാപ്പിനെസ്സും ഒക്കെ ഉള്ളത്. അതാണ് ഇവിടെ സോഷ്യൽ സൈക്കോളജിയും പോസിറ്റീവ് സൈക്കോളജിയും തമ്മിൽ കണക്ട് ചെയ്ത് പറയുന്നത്. അവർ ഇന്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻസ് കോൺട്രിബ്യൂട്ട് ക്വൈറ്റ് എ ലോട്ട് ഓഫ് അവർ എക്സ്പീരിയൻസ് ഓഫ് വെൽബീയിങ് ആസ് വി കീപ് ഗ്രോയിങ്. കണ്ട, നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ വെൽബീയിങ്ങിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ സോഷ്യൽ റിലേഷൻസ് അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആണ്. ഇതൊക്കെ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. Importance of satisfying interpersonal and social relationship and social support from significant others is amply demonstrated in many studies. അപ്പോൾ ഈ ഒരു ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യാം, അതും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് സോഷ്യൽ സപ്പോർട്ട് കിട്ടാം. നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, അപ്പൊ നമ്മള് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇപ്പൊ വലിയ മാരേജ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് വേണം, അതേപോലെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കില്ലേ. ഇതൊന്നും ഇല്ല വെച്ചാൽ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ ഒരു ഇന്റർപേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരു സോഷ്യൽ സപ്പോർട്ട്, ഇതൊക്കെ എന്തുണ്ട്, ഇതൊക്കെ ഒരുപാട് സ്റ്റഡീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യമാണ്. അതല്ലേ വെച്ചെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തോന്നുന്നില്ല അല്ലെ, പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഇത് പഠിക്കാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആളുടെ ഭാഗത്തുനിന്ന് ഇല്ല വെച്ചെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആയിരിക്കും, ഡൗൺ ആവും, പഠിക്കാനായിട്ട് പറ്റില്ല, ഒരു സന്തോഷം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഒരു സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സോഷ്യൽ റിലേഷൻഷിപ്പ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. സച്ച് സാറ്റിസ്ഫൈങ് റിലേഷൻഷിപ്പ് ആർ ഫൗണ്ട് ഇൻ ഹാപ്പി മാരേജ് ആൻഡ് ഹാവിംഗ് ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെ ഒരു സാറ്റിസ്ഫൈങ് റിലേഷൻഷിപ്പ് നമുക്ക് എവിടെ കാണാം? ഹാപ്പി മാരേജ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്റിമേറ്റ് ഫ്രണ്ട്സിലൊക്കെ ഈ ഒരു സാറ്റിസ്ഫൈങ് റിലേഷൻഷിപ്പ് കാണാം. അപ്പൊ അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് നമ്മുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഒരു പോസിറ്റീവ് ഹെൽത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതാണ് സോഷ്യൽ സൈക്കോളജി ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. മനസ്സിലായോ? അപ്പോ ഇനി അടുത്തത് ദി സൈക്കോളജി ഓഫ് റിലീജിയൻ ആൻഡ് പോസിറ്റീവ് സൈക്കോളജി. ഇനി നമ്മൾ മതപരമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി മതപരമായിട്ടുള്ള ഒരു സൈക്കോളജി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. റിലീജിയൻ റെസ്പെക്റ്റീവ് ഓഫ് വിച്ച് ഡിനോമിനേഷൻ ഇറ്റ് ഈസ് ഹാസ് ടു പ്രൈമറി ആസ്പെക്ട്. നമ്മള് മതം എടുക്കുകയാണ്, അതിൽ ഏത് ദൈവികത അതൊന്നുമില്ല. റെസ്പെക്റ്റീവ് ഓഫ് വിച്ച് ഡിനോമിനേഷൻ ഹാസ് ടു പ്രൈമറി ആസ്പെക്ട്, faith in a god or divinity and associated beliefs and practices. ഏതെങ്കിലും ഒരു ദൈവത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ദൈവികതയിലുള്ള വിശ്വാസം ആൻഡ് അതുമായിട്ടുള്ള ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. ആൻഡ് മോറൽ ആൻഡ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് പ്രിസ്ക്രൈബ്ഡ് ടു ബി അദേർഡ് ടു. അങ്ങനെ രണ്ട്, മോറൽ അല്ലെങ്കിൽ എത്തിക്കൽ കോഡ്, അതായത് ധാർമ്മികത എന്നൊക്കെ നമ്മൾ പറയില്ലേ, നല്ലത് മാത്രം ചെയ്യുക, അങ്ങനെയുള്ള ആ ഒരു ഏരിയ. അങ്ങനെ രണ്ട് ആസ്പെക്റ്റുകൾ നമുക്ക് പറയാനായിട്ടുണ്ട്. The role of religious practices such as prayer and worship are examined in researches on healing of various physical and mental disorders. ഇപ്പൊ ഒരുപാട് റിസർച്ചുകളിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രയറും വേർഷിപ്പും ഒക്കെ, അതായത് ഇങ്ങനെ പ്രാർത്ഥിച്ച അസുഖങ്ങൾ മാറ്റുക, പല ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ മതപരമായ പ്രാക്ടീസസിലൂടെ ഹീൽ ചെയ്തതായിട്ട് അല്ലെങ്കിൽ സുഖപ്പെടുത്തിയതായിട്ടുള്ള റിസർച്ചുകൾ എക്സാമിൻ ചെയ്തിട്ടുണ്ട്. ദ സ്റ്റഡി ഓഫ് വെർച്യു ഹാസ് എ പ്രൊമിനന്റ് പ്ലേസ് ബിക്കോസ് ദ മീനിങ് ഓഫ് എ good life or life well lived is strongly connected to traits like honesty, forgiveness, compassion, gratitude and wisdom. അതായത് ഈ വെർച്യൂവിനെ പറ്റിയുള്ള സ്റ്റഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു ലൈഫ് വെൽ ലിവ്ഡ്, നന്നായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ആളുടെ ട്രെയ്റ്റുകൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹോണസ്റ്റി ആയിരിക്കും, ഭയങ്കര ഫോർഗീവ്നെസ് ആയിരിക്കും, കമ്പാഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, വിസ്ഡം, ഇതൊക്കെ ആളുകളിൽ കാണാം. ഭയങ്കര സത്യസന്ധമായി ജീവിക്കുന്നവര് നല്ല രീതിക്ക് ജീവിക്കുക, ഭയങ്കര ഫോർഗീവ്നെസ്, ആര് തെറ്റ് ചെയ്താലും ക്ഷമിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആള് നല്ല രീതിക്ക് ജീവിക്കുക. ആൻഡ് കമ്പാഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, വിസ്ഡം, ഇതൊക്കെ ഉള്ള ആളുകളിൽ ഈ ഒരു ഗുഡ് ലൈഫ് അല്ലെങ്കിൽ ലൈഫ് വാല്യൂഡ് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് എക്സ്പ്രസിംഗ് ഹ്യൂമൻ വെർച്യൂസ് കോൺട്രിബ്യൂട്ട് ടു ഇൻഡിവിജ്വൽ വെൽബീയിങ് ആൻഡ് വെൽബീയിങ് ഓഫ് അതേഴ്സ്. അപ്പൊ ഇതിവിടെ പറയുന്നത് എന്താണ്? ഒരാളുടെ വെൽബീയിങ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വെൽബീയിങ്, ഇതൊക്കെയാണ് എന്താ ഈ ഹ്യൂമൻ വെർച്യൂസ്. വെർച്യൂസ് എന്ന് പറയുമ്പോൾ എന്താ? ഗുണങ്ങൾ. ഓരോരുത്തരുടെ ഗുണങ്ങൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ ഒരാളുടെ നല്ലത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നല്ലത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇൻ ദിസ് സെൻസ് റിലീജിയൻ ഹാസ് ബിക്കം എ ഇമ്പോർട്ടന്റ് ടോപ്പിക് വിത്തിൻ പോസിറ്റീവ് സൈക്കോളജി. അങ്ങനെ നോക്കുമ്പോൾ പോസിറ്റീവ് സൈക്കോളജിയിൽ എന്തുണ്ട്? റിലീജിയന് സ്ഥാനമുണ്ട്. കാരണം എന്താ? മെന്റൽ ഡിസോർഡേഴ്സ് മാറ്റുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വിശ്വാസപരമായിട്ടുള്ള ഈ ഒരു ട്രേറ്റുകൾ, അതായത് സത്യസന്ധത, ക്ഷമിക്കാനുള്ള കഴിവ്, വിദ്യ, ഇതൊക്കെ ഉള്ളവർക്ക്
ഭയങ്കര ഹെൽത്ത് കാണുന്നുണ്ട്. അപ്പൊ ഈ ഇങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സൈക്കോളജിക്ക് റിലീജിയന് പോസിറ്റീവ് സൈക്കോളജിയിൽ എന്തുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ഈ ഒരു സൈക്കോളജിക്ക് മറ്റ് ഏരിയാസുമായിട്ടുള്ള റിലേഷൻ ആണ് പറഞ്ഞത്. ഹെൽത്ത് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ഡെവലപ്മെന്റ് സൈക്കോളജി, പേഴ്സണാലിറ്റി സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, സൈക്കോളജി ഓഫ് റിലീജിയൻ. പിന്നെ എത്ര എണ്ണം വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6 എണ്ണം വരുന്നുണ്ട് കേട്ടോ. 6 ഏരിയാസ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ ഒക്കെ? അപ്പൊ നാളെ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാം. ഇപ്പൊ ഇന്ന് തുടങ്ങുന്നത് നമ്മുടെ ഫ്രീ ക്ലാസ്സും കഴിയാണ് അല്ലെ? നാളെ തൊട്ട് സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് ഈ ഒരു ടൈം ഓക്കെ ആണല്ലോ? 2:30 ഇതന്നെ കൺഫേം ആക്കാം അല്ലെ? ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഇതിന്റെ റെക്കോർഡ്സ് ഞാൻ വിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.